നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുംഭരാശിക്കൂറുകാരായ അവിട്ടത്തിന്റെ അവസാന 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് ജനുവരി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ശനി മീനം രാശിയിലും ചൊവ്വയും ശുക്രനും ബുധനും സൂര്യനും ധനു മകരം രാശികളിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്ന ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു. അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ജനുവരി മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത്. ശേഷം മാസഫലം പറയുന്നതാണ്. ചോറൂണിന് ജനുവരി 1, 5, 9, 10, 14 എന്നീ തീയതികൾ ഉത്തമം. ജനുവരി 5, 8, 9 എന്നീ തീയതികൾ കാതുകുത്തുന്നതിനും, വാഹനം വാങ്ങുവാൻ ജനുവരി 1, 14, 19, 23, 28, 29 എന്നീ തീയതികളും ഉത്തമമാണ്. വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാൻ ജനുവരി 1, 9, 14, 19, 21, 23, 25, 28, 29 തീയതികളും, ജനുവരി 1, 4, 5, 14, 21, 25 തീയതികൾ കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കുന്നതിനും, കണ്ണെഴുതുന്നതിന് ജനുവരി 5, 14, 29 എന്നീ തീയതികളും ഉത്തമമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കുംഭരാശിക്കാർക്ക് ജനുവരി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കുംഭക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ്. സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും. ജോലിസ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് കാരണമാകും. തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും. തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ്. മദ്യപാനം, പുകവലി, ചീത്തക്കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവ വിജയിപ്പിക്കാൻ സാധിക്കും. സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ 11ൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കിത്തരും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാകുന്നതാണ്. ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും, തൊഴിലിടത്ത് പ്രമോഷൻ ലഭിക്കുന്നതിനും, പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുകയും ചെയ്യും. കുംഭക്കൂറുകാർക്ക് സൂര്യൻ ജനുവരി 14ാം തീയതി 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. സൂര്യന്റെ രാശിമാറ്റ ശേഷം ത്വക്ക് രോഗങ്ങളോ ഉദരരോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയായേക്കാം. ഈ സമയത്ത് തർക്കങ്ങളിൽ നിന്നും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. 12ാം ഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്നതിനാൽ സൂര്യൻ ഇവിടെ സഞ്ചരിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകും. അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ട് കിടന്ന വിസ നടപടികൾ ഉണ്ടെങ്കിൽ ജനുവരി മാസത്തിൽ അത് വേഗത്തിലാകാൻ സാധ്യതയുണ്ട്. വിദേശ കമ്പനികളിൽ നിന്നോ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നോ പുതിയ തൊഴിലവസരങ്ങളോ ബിസിനസ് പരമായ കരാറുകളോ ജനുവരിയിൽ ലഭിക്കാം. മാത്രമല്ല, വിദേശത്ത് സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതിനും ഇടയാകും. 12ാം ഭാവം മോക്ഷത്തിന്റെയും ആത്മീയ ചിന്തകളുടെയും സ്ഥാനമാണ്. സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ തിരക്കുകളിൽ നിന്ന് മാറി ഒരൽപ്പം ആത്മീയപരമായ കാര്യങ്ങളിൽ മുഴുകുന്നത് നല്ലതാണ്. മനസമാധാനവും ഏകാന്തതയും ആഗ്രഹിക്കുന്നവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ദൂരദേശങ്ങളിലെ ക്ഷേത്ര ദർശനങ്ങൾക്കോ അവസരമുണ്ടാകും. ആത്മീയമായ അറിവ് നേടാനും
ധ്യാനം, യോഗ തുടങ്ങിയവയിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. 12ാം ഭാവം ചെലവിൻ്റേതാണെങ്കിലും സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ ആ ചെലവുകൾ സൽപ്രവർത്തികൾക്ക് വേണ്ടിയാകാൻ സാധ്യതയുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാനോ അഗതി മന്ദിരങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ദാനങ്ങൾ നൽകാനോ ഉള്ള മനസ്സ് ഈ സമയം ഉണ്ടാകും. ഇത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏകാന്തമായി ഇരുന്ന് ചെയ്യുന്ന എഴുത്ത്, കല തുടങ്ങിയ മേഖലകളിലുള്ളവർക്കും സൂര്യന്റെ ഈ സ്ഥാനം വലിയ ഉൾക്കാഴ്ചകളും വിജയവും നൽകും. മാത്രമല്ല, രഹസ്യ സ്വഭാവമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. ഇപ്രകാരമൊക്കെയാണെങ്കിലും ജനുവരി 14 ശേഷം വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതും മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകേണ്ടതുമാണ്. സൂര്യൻ 12ൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും ജനുവരി പകുതിക്ക് ശേഷം വിവാഹ സംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ. കുംഭക്കൂറുകാർക്ക് ശുക്രൻ ജനുവരി ആദ്യ പകുതിയിൽ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏറെ ഗുണപ്രദമാണ്. ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി ജനുവരി ആദ്യ പകുതി മാറുന്നതാണ്. കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തൻ്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. PSC എല്ലാം എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും ശുക്രൻ 11ൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകും. ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങളുണ്ടാകും. നിധിലാഭം, വാഹനലാഭം കൂടാതെ പ്രണയ സാഫല്യവും 11ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും. ഇവർക്ക് ലോട്ടറി, ഊഹക്കച്ചവടം, വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും. ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല, സത്യവും സദാചാരബോധവും ഉള്ളവരായി മാറും. ജനുവരി 13ാം തീയതിയോടുകൂടി ശുക്രൻ ഇവരുടെ 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും എങ്കിലും മറ്റു കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇവർ സൽസ്വഭാവികളും ദാനശീലമുള്ളവരായി മാറുകയും ചെയ്യും. ചെലവുകൾ വന്ന് ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് പ്രയാസമുണ്ടാകാൻ സാധ്യതയില്ല. അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം. ഒരു പക്ഷേ ജോലി സംബന്ധമായി ബന്ധുക്കളെയും മറ്റും പിരിഞ്ഞ് താമസിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകാം. വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത്. കുംഭക്കൂറുകാർക്ക് നിലവിൽ ബുധൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ്. അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നിന്നും മികച്ച ധനനേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക. ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം ഇടയാകും. ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. മാത്രമല്ല, ബിസിനസ് സംബന്ധിയായി എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇവർക്ക് അനായാസം സാധിക്കും. ജനുവരി ആദ്യ പകുതി വാഹനം വാങ്ങുന്നതിനും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂലമായ സമയമാണ്. കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. കുംഭക്കൂറുകാർക്ക് ജനുവരി 17ാം തീയതിക്ക് ശേഷം ബുധൻ 12ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഇവർക്കത്ര ഗുണപ്രദമല്ല. ചിന്തകൾ പുറത്തേക്കാൾ ഉള്ളിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. പഴയ ഓർമ്മകൾ, മറന്നുപോയ ആശയങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ ശക്തമാകുകയും പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി എല്ലാവിധ പരിശ്രമങ്ങളും ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ മറ്റു ചിലർക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റപ്പെടണം എന്ന തോന്നൽ ഉണ്ടാകാം. എഴുത്ത്, പഠനം,
ഗവേഷണം, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചില സമയങ്ങളിൽ ആശയക്കുഴപ്പം, അമിത ചിന്ത, ഉറക്കമില്ലായ്മ എന്നിവയും അനുഭവപ്പെടാം. ജോലി സംബന്ധമായി വിദേശബന്ധമുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ജോലികൾ, ബാക്ക്-എൻഡ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ചെലവുകൾ നിയന്ത്രണമില്ലാതെ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. രഹസ്യമായ ഇടപാടുകൾ, രേഖകളിൽ പിഴവുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായതിനാൽ ജാഗ്രത ആവശ്യമാണ്. വ്യാപാരികൾക്ക് ലാഭം വൈകിയെത്തുന്ന അവസ്ഥ ജനുവരി പകുതിക്ക് ശേഷം സംജാതമാകും. ഗവേഷണം, PhD, ആത്മീയ പഠനങ്ങൾ, ജ്യോതിഷം, മനഃശാസ്ത്രം പോലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കൂടും. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുമെങ്കിലും ഏകാന്തമായി പഠിക്കാൻ കഴിയുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. അതിനാൽ തന്നെ പരീക്ഷകളിൽ ശ്രദ്ധക്കുറവ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രമം വേണം. ബുധൻ 12-ൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ പറയേണ്ട കാര്യങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കുന്ന സ്വഭാവം ഇവരിൽ വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് സംസാരക്കുറവ് മൂലം. എന്നാൽ ബുധന്റെ 12-ാം ഭാവത്തിലെ സഞ്ചാരം ആത്മീയമായ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാണ്. ധ്യാനം, ജപം, മൗനം, ആത്മപരിശോധന എന്നിവയിൽ ആകർഷണം വർദ്ധിക്കുകയും മോക്ഷചിന്തയും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുകയും ചെയ്യും. കുംഭക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ്. ചൊവ്വ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ്, പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ്, അഗ്നി, ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്. ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും. ഈ നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ആദ്യ പകുതി മറ്റുള്ളവരുടെ മേൽ ഒരു അധികാരശക്തി ഉണ്ടാകുന്നതിന് ഇടയാകും. എന്നാൽ 11-ാം ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വ ജനുവരി 17-ാം തീയതിയോടുകൂടി 12-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. 12-ാം ഭാവത്തിലെ ചൊവ്വ കാരണം വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നേട്ടമുണ്ടാകും. സ്വന്തം നാട്ടിലല്ലാതെ ദൂരസ്ഥലങ്ങളിലോ വിദേശത്തോ ഭൂമി വാങ്ങാനോ വീട് പണിയാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കുകയും പഴയ വീട് വിൽക്കാനോ അല്ലെങ്കിൽ വീടിനായി വലിയ തുക നിക്ഷേപിച്ച് അത് ആധുനികവൽക്കരിക്കാനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. 12-ാം ഭാവം രഹസ്യ ശത്രുക്കളുടെ സ്ഥാനമാണ്. ധൈര്യത്തിന്റെ ഗ്രഹമായ ചൊവ്വ ഇവിടെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കുകയും നിങ്ങളെ പിന്നിൽ നിന്ന് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരുടെ നീക്കങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്യും. അവർക്ക് നിങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടും. ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിലോ തർക്കങ്ങളിലോ നിങ്ങൾ അറിയാതെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. ചൊവ്വയുടെ ഊർജം 12-ാം ഭാവത്തിൽ വരുമ്പോൾ അത് ആത്മീയമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ സാധിക്കും. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ ആശുപത്രികൾക്കോ വേണ്ടി പണം ചെലവഴിക്കുന്നത് വഴി വലിയ ആത്മസംതൃപ്തിയും പുണ്യവും ലഭിക്കും. തീർത്ഥാടനങ്ങൾക്കും ഏകാന്തമായ ധ്യാനത്തിനും യോഗ പരിശീലനത്തിനും ഇത് അനുകൂലമായ സമയമാണ്. ആശുപത്രികൾ, ജയിലുകൾ, സുരക്ഷാ ഏജൻസികൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് വലിയ അംഗീകാരവും തൊഴിൽപരമായ നേട്ടങ്ങളും ലഭിക്കും. ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും ചെയ്യും. എന്നിരുന്നാലും സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും. പൊതുവെ കുംഭരാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഇവരുടെ ധനസ്ഥാനത്ത് ശനിയുടെ ദോഷങ്ങൾ തീരുന്നതിനായി ഹനുമാനെ പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോ വളരെ ഗുണപ്രദമാണ്. അതിന് സാധിക്കാത്തവർ സങ്കടനാശക ഗണേശ സ്തോത്രം വായിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.